മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ ഉമ്മാനെ നരകത്തിലേക്ക് അയച്ച സലഫികൾ. സഹോദരങ്ങളെ, നബിദിനം വരുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും അധികം ദുഃഖിക്കുന്ന രണ്ട് വിഭാഗം ഉണ്ട്. അതിൽ ഒരു വിഭാഗം ഇബ്ലീസും അവൻ്റെ അനുയായികളുമാണ് ലഅനത്തുല്ലാഹി അലൈഹി. മറ്റൊരു വിഭാഗം നമ്മുടെ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട സലഫി, ജമാഅത്ത് ഇസ്ലാം എന്നീ തുടങ്ങിയ പുത്തനാശയക്കാരാണ്. ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കൽ പോലും താൻ തൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ വെറുക്കാൻ സാധ്യമല്ല. ഈ സലഫികൾക്ക് മുത്തുനബിയുടെ മേൽ ഒരു ഇത്തിരി സ്നേഹം പോലും ഇല്ല. കാരണം അവർ പറയുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ ഉമ്മ നരകത്തിലാണ് എന്ന്. ഇതാണ് അവരുടെ വാദം. ഇസ്ലാം എന്തെന്ന് അറിയാത്ത ഈ ജാഹിലിങ്ങളെ പിറകിൽ പോയാൽ തീർച്ചയായും ആ പോയ വ്യക്തി നരകത്തിൽ കിടക്കും. കാരണം ഒരു മുസ്ലിമിന് ഒരിക്കൽ പോലും ഇതുപോലത്തെ തമ്മാടിത്തരം പറയാൻ സാധ്യമല്ല. മുത്തുനബിയുടെ വാപ്പ ഉമ്മ നരകത്തിലാണ് എന്ന് പറയുന്ന ഈ സലഫി ജാഹിലിങ്ങൾ ഏത് സ്വർഗത്തിലേക്കാണ് പോകുന്നത്? ഇവർക്കും ഇബ്ലീസിനും യാതൊരു വ്യത്യാസം ഇല്ല. കാരണം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കരഞ്ഞു. ഇപ്പോൾ ഇബ്ലീസിൻ്റെ അനുയായികളായ സലഫികൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വന്നു എന്ന് അറിയുമ്പോൾ കരയുന്നു, ദുഃഖിക്കുന്നു, അതിനെ ആഘോഷിക്കരുതേ എന്ന് പറയുന്നു. മുത്തുനബിയുടെ വാപ്പ ഉമ്മ ഇവർ സ്വർഗത്തിലാണ്, നരകത്തിലേക്ക് പോകുന്നത് പടു ജാഹിലികളായ സലഫികളും കൂട്ടരുമാണ്. അള്ളാഹു എല്ലാ സലഫികൾക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.